പത്തനംതിട്ട അടൂരിൽ വീട് ജപ്തി ചെയ്യാനിരക്കെ കിടപ്പ് രോഗി ആത്മഹത്യ ചെയ്ത നിലയിൽ നെല്ലിമുകൾ സ്വദേശി യശോധരനാണ് സ്വന്തം ശരീരത്തിൽ കുത്തി മരിച്ചത്. അടൂർ കാർഷിക വികസന ബാങ്കിൽ നിന്നും എടുത്ത തുക തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. 7 വർഷമായി യശോധരൻ തളർന്നു കിടക്കുകയാണ്. വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കായിരുന്നു UDF ഭരിക്കുന്ന അടൂർ കാർഷിക വികസന ബാങ്കിൽ നിന്ന് യശോധരനും കുടുംബവും ലോൺ എടുത്തത്. പല ഘട്ടങ്ങളിലായി കുറച്ചു തുക മാത്രമേ തിരിച്ചടയ്ക്കാനായുള്ളൂ. തിരിച്ചടവ് മുടങ്ങിയതോടെ പലിശ ഇരട്ടിയായി. പലതവണ വീട്ടിലേക്ക് ബാങ്കിന്റെ നോട്ടീസ് വന്നു. എങ്കിലും ജില്ലാ കളക്ടറെ അടക്കം നേരിൽ കണ്ട് യശോധരന്റെ കുടുംബം സമയം നീട്ടിവാങ്ങി. ഏകമകൾ കൂലിപ്പണി ചെയ്തുണ്ടാക്കുന്ന വരുമാനം കൊണ്ട് യശോധരന്റെ ചികിത്സാ ചിലവ് പോലും കൃത്യമായി നടക്കാറില്ല. ഈ മാസം 25-ന് വീട് ജപ്തി ചെയ്യുമെന്ന് ബാങ്ക് അധികൃതർ വീട്ടിൽ വന്ന് അറിയിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഇതിൽ രണ്ടും പലിശ അടച്ചു തീർത്തു. പിന്നെ 5 ലക്ഷം രൂപയുണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ കുറച്ചൊക്കെ അടച്ചതാണ്. പിന്നെ സാഹചര്യം ഒരു പരുവും ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ മാർച്ചിലും പലിശയ്ക്ക് എടുത്ത് 50,000 രൂപ ഞങ്ങൾ അടച്ചു. ആ പൈസ കൊടുത്തു തീർന്നിട്ടില്ല ഇപ്പോഴും. പിന്നെ ഇവരിതുപോലെ ഈ 25-ാം തീയതി അതിനിടയ്ക്കെല്ലാം വന്നു. ജപ്തി നോട്ടീസ് വരെ അയച്ചു. ഈ 25-ാം തീയതി മുതലും പലിശയും അടച്ചില്ലെങ്കിൽ ഇവിടെ ബോർഡ് കൊണ്ടുവെക്കും, പലിശ ഇതാവുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്നോട് ചോദിച്ചു, എനിക്കിതിനകത്ത് മരിക്കാൻ പറ്റത്തില്ലയോ എന്ന് ചോദിച്ചു എൻ്റെ ഭർത്താവ്. ഇതിൽ മനോവിഷമത്തിലായിരുന്ന യശോധരൻ 23-ന് രാത്രിയോടെ സ്വയം കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തുടരുന്നതിനിടെ ഇന്നലെ രാത്രിയോടെയാണ് 62-കാരൻ യശോധരൻ മരിച്ചത്. ഈ കഴിഞ്ഞ 25-ാം തീയതിയിലായിരുന്നു അവർ ജപ്തി വെച്ചിരുന്നത്. അതിനു മുമ്പ് കുറേ നാളായിട്ട് ഇവർക്ക് നോട്ടീസ് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ ഇടപെട്ട് കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഇവർക്ക് അതിൻ്റെ കാലാവധി കുറച്ച് കൊടുത്തു. പക്ഷേ ഇവർക്ക് പണം അടയ്ക്കാനുള്ളൊരു സാഹചര്യം നിലവിലില്ല. ഈ ഇപ്പം മരിച്ച് കിടക്കുന്ന യശോധരൻ ചേട്ടൻ കഴിഞ്ഞ 8 വർഷമായിട്ട് കിടപ്പിലാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പകുതി തളർന്ന് കിടപ്പിലാണ്, മരത്തിൽ നിന്ന് വീണ് കിടപ്പിലാണ്. അപ്പം ഈ അമ്മയും മകളുമാണ് അദ്ദേഹത്തെ ഇതേവരെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അതേസമയം യശോധരനെയും കുടുംബത്തെയും ഇറക്കിവിടാൻ ഉദ്ദേശമില്ലായിരുന്നുവെന്നും ബാങ്കിന്റെ നടപടിക്രമങ്ങൾ ബോധ്യപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്നുമാണ് അടൂർ കാർഷിക വികസന ബാങ്കിന്റെ വിശദീകരണം. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.